ഇച്ചിരി പരിപാടിയുണ്ട് സുല്ലേട്ടാ. നമുക്ക് സ്ത്രീകൾക്ക് മനോധൈര്യം കൊടുക്കാനും അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നതൊക്കെ എല്ലാവർക്കും ഭയമല്ലേ, ആ ഭയം മാറ്റി കൊടുക്കുന്ന എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു ക്ലാസ് കൊടുക്കാൻ വേണ്ടിയാണ് അത് നടക്കാൻ പോകുന്നത്. ഓക്കെ, ശരി എന്നാൽ ഓക്കെ. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ വളരെ ഉയർന്ന ചിന്താഗതിയിലും പല മേഖലകളിലും ഉയർന്നു നിൽക്കപ്പെട്ട സമയമാണ് ഈ കാലഘട്ടം. അപ്പോൾ നമുക്ക് ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും സാധാരണക്കാരായ സ്ത്രീകൾ വീട്ടിൽ നിന്നും രാത്രി കാലങ്ങളിൽ പുറത്തു പോകാൻ ഭയപ്പെടുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഇങ്ങനെ പൊതുവെ എല്ലാ സ്ത്രീകൾ ഉയർന്നെന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പം ആ ഭയത്തെ മാറ്റുന്ന നല്ലൊരു ധൈര്യം തരുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തും. പണ്ടത്തെ പോലെ ഭയക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളുണ്ട്, നമുക്ക് തെരുവ് വിളക്കുകളുണ്ട്. പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ യാത്ര ചെയ്യാനായിട്ടുള്ള വണ്ടികളുണ്ട്. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് തിരികെ സേഫായി എത്താനുള്ള ധൈര്യം കൂടി മതി നമുക്കിനി. അത് മിക്ക സ്ത്രീകൾക്കും കുറവുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ധൈര്യത്തോടുകൂടി ഇനിയുള്ള മുന്നോട്ടുള്ള വരവേൽപ്പിനായിട്ട് അല്ലെ ചുവടുവെപ്പിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും നമ്മൾ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ രാത്രി കാലങ്ങളിലൂടെ സഞ്ചരിച്ച് പകലത്തെ പോലെ തന്നെ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി നമ്മൾ പകലെങ്ങനെ പോകുന്നോ, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു, പുറത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ സാധിക്കാൻ പോയിട്ട് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ രാത്രിയിൽ നമ്മൾ പോയി നോക്കൂ. നിങ്ങളങ്ങനെ പോയി നോക്കി നിങ്ങൾ ശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം പിന്നീട് നിങ്ങൾ ചിലപ്പോൾ പകലത്തേക്കാൾ ചൂസ് ചെയ്യുന്നത് രാത്രിയിലായിരിക്കും. ആണുങ്ങൾ മാത്രം അങ്ങനെ പുറത്ത് പോയി ശീലിച്ച് നമ്മൾ വീട്ടിൽ സന്ധ്യയാകുമ്പോഴേ കയറി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് അങ്ങനെ ഭയം വേണ്ട. ധൈര്യത്തോടുകൂടി നല്ല ചിന്താഗതിക്കാരായി മുന്നോട്ട്. ഇപ്പം ഞാനും കുറച്ച് കഴിഞ്ഞിട്ടാണേലും ഞാൻ പുറത്ത് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം സുല്ലേട്ടൻ ചോദിച്ചു കൂട്ട് വരണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പുറത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വരും, തിരിച്ച് ധൈര്യത്തോടു കൂടി വരും. സുല്ലേട്ടൻ കൂട്ട് വന്നാൽ പിന്നെ ഞാൻ തന്നെ പോയെന്നെന്താ ഇത് വരുന്നത്? പിന്നെ അതുപോലെ എന്നും കൂട്ടങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് തന്നെ പുറത്ത് പോകുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഒരു മാതൃകയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളും എന്നെക്കാളിലും അല്ലെങ്കിൽ എന്നെപ്പോലെ അത് മനസ്സിലാക്കി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നാളെ കാണാം. എൻ്റെ യാത്രയുടെ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. ലേട്ടാ നീ ഇപ്പൊ ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന കേട്ടല്ലോ. രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് നടക്കണം, ധൈര്യമായിട്ട് നടക്കണം, ആരുടെയും കൂട്ടില്ലാതെ പോകണമെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നീ ക്ലാസ് എടുക്കാനല്ലേ പറ്റൂ? എനിക്കിപ്പോൾ ഈ ഇരുട്ടത്ത് പോകാൻ പറ്റുമോ? അന്ന് ഒന്നാമത്തെ ചീവീട് അവിടെ ചിലക്കുന്നു, അതുപോലെ കുട്ടിയാക്കി ഇരുട്ട്. മോട്ടിവേഷൻ ക്ലാസിന്റെ അനുസരിച്ച് ഇങ്ങോട്ട് പോകും, ധൈര്യമായിട്ട് ഒന്ന് വരാൻ പറ്റുമോ? ഇല്ലയോ? ആ തുണി എല്ലാം എടുത്ത് നീ പോയങ്ങ് എടുത്താൽ മതി. ധൈര്യം വെച്ച് പ്ലീസ് ഒന്ന് വാ. എന്നതാണോ നിന്റെ കാര്യം?